मेरे प्यारे देशवासियों, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കോടികൾ വിലമതിക്കുന്ന ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു മനോഹരമായ ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അതിനാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ചക്ക വെട്ടി എടുത്ത് അരിയുക എന്നുള്ളതാണ്. അരിഞ്ഞ് അത് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിടുക. അരിഞ്ഞിടുമ്പം വേണേൽ നിങ്ങൾക്കും ഇതുപോലെ എടുത്ത് അതിൻ്റെ രുചിയൊക്കെ നോക്കാവുന്നതാണ്. അതിനുശേഷം വീട്ടിൽ കരിയാപ്പില ഉള്ളവർ അതിൻ്റെ ഇല പറിച്ചിടുക, അല്ലാത്തവർ മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഇലകൾ ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ചക്കയ്ക്ക് അരപ്പാണ്. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ: 1 തേങ്ങ, 2 പച്ചമുളക്, 3 ജീരകം, പിന്നെ വെളുത്തുള്ളി 1 2 ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല, അതരിഞ്ഞ് തൊലിയൊക്കെ പൊളിച്ച് കുനുകുനാന്നാക്കി വേണം ചേർക്കേണ്ടത്. അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ്. അതും കൂടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് അരപ്പരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനൊരു അത്തപ്പൂ ഇട്ട് സുഹൃത്തുക്കളെ, അത്തപ്പൂ. അതിന് ശേഷം ഇതെല്ലാം കൂടെ വാരിയെടുത്ത് അരകല്ല് അരയ്ക്കാം. കൊള്ളാല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചെറിയ മിക്സിയോ ചെറിയ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുക. അപ്പം അരയ്ക്കാനായിട്ട് നമ്മുടെ അമ്മ വാരി ഇത് ചെറിയ മിക്സിക്കകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇലയെല്ലാം വാരിയിട്ടു. ഇനി അരയ്ക്കാൻ വേണ്ടി മിക്സിയിലിട്ട് അടിച്ചു. മിക്സി ഓണായി. ഒരു 2 മിനിറ്റ് കറങ്ങുമ്പോഴത്തേന് അത് സെറ്റായി. അതിന് ശേഷം ആ അരപ്പ് മുഴുവനായിട്ടെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കറിനകത്തേക്ക് ഇട്ടു. കൊള്ളാമല്ലേ? കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. എത്ര ടീസ്പൂണാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതിന് ശേഷം ഉപ്പിടുക. ഉപ്പൊക്കെ ആവശ്യത്തിന് വാരി വിതറിക്കണം. പിന്നെ ഉപ്പില്ലെന്നൊന്നും പറഞ്ഞേക്കരുത് ആരും, കേട്ടല്ലോ. അത് കഴിഞ്ഞ് ആ അരപ്പ് കഴുകി കുറച്ച് വെള്ളം അമ്മ ഒഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തേങ്ങ ഇരുന്ന പാത്രം കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ റെയറായ സംഭവങ്ങളാണ്, മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. അതിനുശേഷം അതെല്ലാം കൂടെ തല്ലിപ്പൊത്തി വെച്ചു. കുക്കർ അടച്ചു. ഗ്യാസ് കത്തിച്ചു. ഗ്യാസ് കത്തുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വേവുക. വെന്ത് കഴിഞ്ഞ് പയ്യെ നമ്മൾ കുക്കർ തുറക്കുന്നു. നീരാവി പാറിപ്പറക്കുന്നു സുഹൃത്തുക്കളെ, പാറിപ്പറക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ രുചി കൂടും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ പോഞ്ഞിക്കരയുടെ അരുമശിഷ്യനായ ജിംനേഷ്യായ ഞാൻ ചക്കയങ്ങ് ഇളക്കാൻ തുടങ്ങി. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇത്. വളരെ അപകടം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല. ഫുള്ള് ചേർത്ത് ഇളക്കുവാണ് ഞാൻ. ആദ്യം റിവേഴ്സ്, പിന്നെ എങ്ങനെയൊക്കെയോ ഇളക്കി സെറ്റായി തുടങ്ങി. എന്നിട്ട് അങ്ങോട്ട് റെഡിയാവുന്നില്ല. നമ്മൾ കാണുന്ന പോലെ ആയുധം വെച്ചുള്ള തീ പാറുന്ന പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെറ്റാകും എന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്നു. ഏറെക്കുറെ ഓക്കെയായി, എല്ലാം റെഡിയായെന്ന് അമ്മ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആയുധം വെച്ച് പിന്മാറി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് പ്ലേറ്റിലേക്ക് ഇടുക എന്നുള്ളതാണ്. ആവശ്യത്തിന് എനിക്കുള്ള അമ്മ വിളമ്പി ഒരു 3 സ്പൂൺ ഇട്ടു. അതിനുശേഷം മാങ്ങാച്ചാർ, ഒരു അല്പം മത്തിക്കറി. ഇന്നൊരു പൊളിക്കിഞ്ഞ് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചക്കയും മത്തിക്കറിയും. മത്തിച്ചാറി മുക്കി കുറച്ച് അച്ചാറിനും കൂടെ കൂട്ടിയെടുത്തു.